ഹായ് ഹലോ, നമുക്കിന്ന് കോഴിയടയുടെയൊക്കെ ബാറ്റർ വെച്ചിട്ട് നമുക്കിന്നൊരു വെജിറ്റബിൾ അട ഉണ്ടാക്കാം. അതിന് ഞാൻ ഫില്ലിംഗ് ആയിട്ട് എടുത്തിരിക്കുന്ന സോയാബീനാണ്. അപ്പം അതിനുവേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ നെയ്യ്, ഇത്രയും ചേർത്ത് നമുക്ക് പൊട്ടിൻ്റെ പൊടിയൊക്കെ നനയ്ക്കുന്നത് പോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി പൊടിയുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇച്ചിരി കൂടെ സൺഫ്ലവർ ഓയിൽ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കും. പിന്നെ ബാക്കി പോരാത്തതിന് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് ഇത് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് ഇച്ചിരി നേരം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് പരത്തി ഒന്ന് കുഴയ്ക്കണം. എന്നാലേ ഇത് മാവ് നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ ഒരു മണിക്കൂർ ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ സോയാബീൻ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ കൈ വെച്ചൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം വെള്ളമൊക്കെ പോയി വന്നതുകൊണ്ട് ക്രഷ് ചെയ്യുമ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. പിന്നെ ഇത് എല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റണം. ഇപ്പം നല്ല പൊടി പോലെ തന്നെ വന്നിട്ടുണ്ട്. വെള്ളമയം ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ട മസാലകളൊക്കെ തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ വീതം അത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1.5 സവാള ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയ സവാളയാണെങ്കിൽ 2 സവാള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്താക്കാം. ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സോയാബീൻ പൊടിച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് ഇത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ സോയാബീനിൽ കുറച്ചിരി വെള്ളമായ അംശമുണ്ട്, അതെല്ലാം നല്ല വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. പിന്നെ നമുക്ക് അതിലേക്ക് ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് വെക്കാമെങ്കിൽ നല്ലോണം ഡ്രൈ ആയിട്ട് ഇത് കിട്ടും. ഒന്നുകൂടെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പം മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അത് ചെറിയ ബോൾസായിട്ട് എടുത്ത്, ഞാൻ ഈ ചപ്പാത്തി പലക പരത്തുന്നതുകൊണ്ടാണ് ചെറിയ ബോൾസായിട്ട് എടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ അത് നേരെ അങ്ങനെ തന്നെ പരത്തിയിട്ട് നമുക്ക് ചെറിയ ഇതേപോലെ എന്തെങ്കിലും റൗണ്ടിലുള്ളത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു പാത്രം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി, അത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് വെള്ളമയം ഒന്ന് തൂക്കാമെങ്കിൽ ആ സൈഡിലൊന്ന് തൂക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്താമെങ്കിൽ നല്ലോണം ടൈറ്റായിട്ട് ഇരിക്കും. അപ്പോൾ എണ്ണയിലൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇത് തുറന്നു പോകത്തില്ല, നല്ല ടൈറ്റായിട്ടിരിക്കും. അങ്ങനെ ആ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തുമ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ശകലം വെള്ളം കൂടെ തൂക്കാമെങ്കിൽ നന്നായിട്ട് പ്രസ്സായിട്ടിരിക്കും. ഇനി ഇതെല്ലാം നമുക്ക് വറുത്ത് കോരണം. അത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് എല്ലാം ഇട്ട്, ഇത് ഓൾറെഡി ഇതിനകത്തെ ഫില്ലിങ് എല്ലാം കുക്കായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്നെല്ലാം കുക്കായിട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ആയാൽ മതി. 2 സൈഡും ഇങ്ങനെ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യും. പിന്നെ നമ്മളിത് സോയാബീൻ ആണെന്ന് പറയത്തതേ ഇല്ല ഇത് കഴിക്കുമ്പോൾ. ഇനി ശകലം നെയ്യും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് അങ്ങ് ഓവർ ക്രിസ്പി ആയിട്ടല്ല, ഒരു ശകലം സോഫ്റ്റ്നെസ്സും കൂടെ ഫീൽ ചെയ്യും. ഒത്തിരി അങ്ങ് എന്നാൽ ക്രിസ്പിയാണ് താനും, എന്നാൽ ഒരു ടേസ്റ്റും ഉണ്ട് ആ നെയ്യ് ഇവിടെ ചേർക്കുന്നതുകൊണ്ട്. അല്ലാതെ സൺഫ്ലവർ ഓയിലും മാത്രമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.